ഹലോ ഗൈസ്, എല്ലാവർക്കും സുഖമല്ലേ? ഞാൻ ചെറിയ ഷോർട്സ് ഇടുമ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂസിങ് ആയിട്ട് തോന്നുന്നു വിചാരിച്ചിട്ടാണ് ഞാനിപ്പോൾ ലോങ് ആയിട്ടുള്ളൊരു വീഡിയോ ഇടുന്നത്. ഞങ്ങൾ ലൂട്ടൺ എയർപോർട്ടിൽ നിന്നാണ് ഞങ്ങൾ ഫ്ലൈറ്റ് എടുത്തത്. മോർണിംഗ് 6 o'clock ഫ്ലൈറ്റ്. ഇവിടെ ഒരു 10:30 മോർണിംഗ് എത്തി. ലൂട്ടൺ എയർപോർട്ടിൽ നിന്ന് ടിരാന ഇൻ്റർനാഷണൽ എയർപോർട്ട് അൽബേനിയാണ്. അപ്പോൾ ഞങ്ങൾ 5 days ഉള്ള ട്രിപ്പാണ്. ഞങ്ങൾ വന്നിറങ്ങിക്കഴിഞ്ഞ് എയർപോർട്ടിൽ നിന്ന് ഞങ്ങൾ ആദ്യം അൽബേനിയൻ ലീക്ക് ഞങ്ങൾ കുറച്ച് ചേഞ്ച് ചെയ്ത് വാങ്ങിച്ചു. ക്യാഷായിട്ട് തന്നെ കൊണ്ടുപോകണം, എന്തായാലും അവർ എക്സ്ചേഞ്ച് ചെയ്ത് തരുള്ളൂ. പിന്നെ ഞങ്ങൾ ഇറങ്ങി ഒരു സിം എടുത്തു, ഇവിടുത്തെ 1 എന്ന് പറഞ്ഞൊരു സിം എടുത്തു. പിന്നെ എയർപോർട്ടിൻ്റെ പുറത്ത് തന്നെ ഇഷ്ടംപോലെ ടാക്സീസ് അവൈലബിൾ ആണ്, അല്ലെങ്കിൽ നമുക്ക് കാർ റെൻറ്റിലെടുക്കാം. അപ്പോൾ ഞങ്ങളൊരു കാർ റെൻറ്റിലെടുത്തു, പെട്രോളൊക്കെ അടിച്ചു സെറ്റ് ചെയ്ത് ഞങ്ങൾ നേരെ ഞങ്ങളുടെ മെയിനായിട്ടുള്ള ഇന്നത്തെ ഡെസ്റ്റിനേഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മോണ്ടിനീഗ്രോ, പ്രോപ്പർ മോണ്ടിനീഗ്രോ കോട്ടോറാണ്. ഞങ്ങൾ ഡ്രൈവ് ചെയ്യാണ്. ചെന്നിറങ്ങിയ വഴി നല്ല രസമാണ് കാണാൻ, മലയും കുന്നും ഒക്കെ ഉണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാത്തതുകൊണ്ട് ഞങ്ങളൊരു സാൻഡ്വിച്ചൊക്കെ വാങ്ങിച്ചിട്ടാണ് പോകുന്നത്. എക്സൈറ്റഡ് ആണോ? എൻ്റെ ലൈഫിൽ വലിയൊരു ഡ്രീമായിരുന്നു കുറച്ചും കൂടെ ഹൈക്കിങ്ങിനും കാര്യത്തിനൊക്കെ പോകണം എന്നുള്ളത്. ഇതിപ്പോൾ നമ്മളത് പ്രാവർത്തികമാക്കാൻ പോവാണ്. ട്രാവൽ ചെയ്യുമ്പോൾ തന്നെ കുറേ മൗണ്ടെയ്ൻസ് ഒക്കെ ഉണ്ട്. ഞങ്ങൾ വിചാരിച്ചു അങ്ങ് ദൂരെ കാണുന്നത് മുഴുവൻ സ്നോയാണ്, വൈറ്റ് കളറ്. പക്ഷേ സ്നോയൊന്നുമല്ല, അത് വൈറ്റ് കളർ റോക്സ് ആണ് ഇവിടെ മൊത്തം. അതാണ് നമ്മൾക്ക് ഓൾറെഡി നമ്മൾ ഡ്രൈവ് ചെയ്യണ ലെഫ്റ്റ് സൈഡിലായതുകൊണ്ട് തന്നെ എൽദോയ്ക്ക് ഇത്തിരി തപ്പലുണ്ടായിരുന്നു, പിന്നെ ഓക്കെ ആയി. പിന്നെ ഇവിടെ എന്തോരം സ്പീഡിൽ വേണമെങ്കിലും പോവാം. പിന്നെ ഞങ്ങൾ ചെന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മളുടെ ഇവിടെ ബോർഡറിലെത്തി, മോണ്ടിനീഗ്രോ ബോർഡറിലെത്തി കഴിഞ്ഞിട്ട് ഒരു പോലീസ് വരും. പോലീസ് വന്നിട്ട് നമ്മുടെ പാസ്പോർട്ടും BRP വാങ്ങിക്കും. പിന്നെ നമ്മുടെ വണ്ടിയുടെ ഒരു പേപ്പറുണ്ട്, ഒരു ചെറിയ കാർഡ്, അതും ഒരു വാങ്ങിക്കും. നമ്മളെപ്പോലെ തന്നെ കുറേ ആൾക്കാരുണ്ട് ബോർഡർ കടക്കാനായിട്ട്. പോലീസ്, ഇതാണ് പോലീസ്. വന്ന് ഓരോന്നും ഇങ്ങനെ അടുക്കി പിടിച്ചുകൊണ്ടാണ് പോകുന്നത്. ഇറ്റ് വാസ് നൈസ്. അവർ സീൽ ചെയ്ത് തിരിച്ചു വരും. മോണ്ടനീഗ്രോയിട്ട് കയറുമ്പോൾ മോണ്ടനീഗ്രോയുടെ സീൽ ചെയ്തിട്ട് നമുക്ക് തിരിച്ചു വരും പാസ്പോർട്ട്. അങ്ങനെ നമ്മുടെ പാസ്പോർട്ട് അവരെല്ലാം ചെക്ക് ചെയ്തു. അതിന് നമ്മുടെ വണ്ടിയുടെ പേപ്പർ, പിന്നെ നമ്മുടെ പാസ്പോർട്ടുമായിട്ട് ചെല്ലുക. ദെൻ പാസ്പോർട്ടൊന്നും ആവശ്യം വന്നില്ല, പക്ഷേ അവിടെ നമ്മുടെ വണ്ടിയുടെ പേപ്പർ കൊടുത്ത് 15 യൂറോയും കൊടുത്ത് കഴിഞ്ഞാൽ നമുക്ക് അവർ ഇവിടുത്തെ ഗ്രീൻ കാർഡ് തരും. അത് നമുക്ക് ഇവിടുത്തെ ഇൻഷുറൻസ് ആണ് മോണ്ടനീഗ്രോയിൽ. നമ്മുടെ UK നമ്മൾ ഇൻഷുറൻസ് എടുക്കത്തില്ലേ, അതുപോലെ തന്നെ ഇവിടുത്തെ ഇൻഷുറൻസ് ആണ് ഈ ഗ്രീൻ കാർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ജസ്റ്റ് ഒരു പേപ്പർ ഉള്ളൂ, അത് വേണമെങ്കിൽ ഒന്ന് കാണിച്ചു കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമ്മുടെ സീലിങ്ങും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് വന്നിട്ട് ഞങ്ങളിങ്ങനെ പോവുകയാണ്. ഇനി അറൗണ്ട് 2.5 hours ഉണ്ട് നമ്മുടെ ഹോട്ടലിലേക്ക്. നമ്മുടെ റോഡ് ഡിസ്ട്രാക്ട് ചെയ്തുകൊണ്ട് 2 പട്ടിക്കുഞ്ഞുങ്ങൾ ഫ്രണ്ടിൽ എത്തുന്നുണ്ട്. നമ്മൾ മോണ്ടനീഗ്രോ അൽബേനിയ ട്രിപ്പ് പ്ലാൻ ചെയ്യുവാണെങ്കിൽ നമ്മൾ ഒരിക്കലും ഒരു ട്രാവൽ ഏജൻസിനെ ഡിപ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല എന്നാണ് എൻ്റെ പേഴ്സണലി ആയിട്ടുള്ള അഭിപ്രായം. കാരണം എന്താ വെച്ചാൽ നമ്മളതൊരു ഇൻ്റർനാഷണൽ ട്രിപ്പാണെന്ന് വിചാരിച്ചിട്ട് നമ്മൾ പേടിച്ചിട്ട് നമ്മളൊക്കെ പിന്നെ എന്തൊക്കെ ചെയ്യേണ്ടി വരും, എന്തെങ്കിലും വള്ളി വരുമോ എന്നൊക്കെ വിചാരിച്ചിട്ടായിരിക്കും നമ്മൾ എല്ലാം പ്ലാൻ ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും നമ്മൾ ഈ ട്രാവൽ ഏജൻസീനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നത്. നമ്മളിപ്പോൾ ഒരു പെർ ഹെഡൊക്കെ അവർ മോണ്ടനീഗ്രോ അൽബേനിയൊക്കെ ചാർജ് ചെയ്യുന്നത് മേ ബി 500 to 800 pound ആയിരിക്കും പെർ ഹെഡ് അവർ ഏജൻസി നമുക്ക് എക്സ്പെൻസ് ചാർജ് ചെയ്യുന്നത്. പക്ഷേ അതിൽ ഒരു ആക്ടിവിറ്റീസും ഇൻക്ലൂഡഡ് ആയിരിക്കത്തില്ല. ഫുള്ളി ഹോട്ടൽ പിന്നെ ട്രാവൽ മാത്രമേ ഉണ്ടാവത്തുള്ളൂ. സോ ഹോട്ടലൊക്കെ ഇവിടെ വളരെ ചീപ്പാണ്. അറൗണ്ട് 20-25 pounds തൊട്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അറൗണ്ട് 200-250 pound വരെ ഉള്ള ഹോട്ടൽസ് ഇവിടെ ഉണ്ട്. നമ്മുടെ ഇഷ്ടമാണ് നമുക്ക് എവിടെ കിടക്കണം. ലൈക്ക് ലക്ഷറി ആയിട്ടുള്ളത് വേണമെങ്കിൽ അറൗണ്ട് ഒരു 100+ കൊടുത്തു കഴിഞ്ഞാൽ ലക്ഷറി, നമ്മുടെ നാട്ടിലൊക്കെ പറയുവാണെങ്കിൽ 4 star സെറ്റപ്പ് ഒക്കെ കിട്ടും. അല്ല, നമുക്ക് ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ട്രിപ്പാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ നിങ്ങൾ എപ്പോഴും അറൗണ്ട് trip.com ഞാനൊന്നിനെയും പ്രോത്സാഹിപ്പിക്കുന്നതല്ല, അല്ലെങ്കിൽ Airbnb നോക്കി ഒരു 20-25 ഒക്കെ ഉള്ള ഒരു ഇതെടുക്കാം. കാരണം എന്താ വെച്ചാൽ നമ്മളിവിടെ സത്യം പറഞ്ഞ് നമ്മളിവിടെ കിടക്കാനോ വിശ്രമിക്കാനായിട്ട് വരുന്നതല്ല, നമ്മളിവിടെ എക്സ്പ്ലോർ ചെയ്യാനും കാണാനാണ് വരുന്നത്. നമ്മൾ റൂമിൽ ചെല്ലുന്ന
അറൗണ്ട് 7 o'clock 8 o'clock ഒക്കെ ആവുമായിരിക്കും. ജസ്റ്റ് കിടക്കുന്നത് പിറ്റേ ദിവസം രാവിലെ എനിക്ക് പോരുന്നു. സോ അവരവരുടെ ഇൻകം വെച്ചിട്ട് നമുക്ക് ഹോട്ടൽ ബുക്ക് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. എൻ്റെ മെയിനായിട്ടുള്ള അഭിപ്രായം, നമ്മൾ ട്രാവൽ ഏജൻസിയുടെ അടുത്ത് ചെന്നിട്ട് ട്രാപ്പ് ആവേണ്ട ആവശ്യമില്ല. ഞങ്ങൾ വളരെ സിമ്പിളായിട്ട് ഒരു ഇൻ്റർനാഷണൽ ട്രിപ്പാണെന്ന് ഞങ്ങൾക്ക് ഫീൽ ചെയ്യുന്നില്ല. ഞങ്ങളിപ്പോൾ വെയിൽസിലാണ് താമസിക്കുന്നത്. ഞങ്ങൾ വെയിൽസിലേക്ക് നിന്ന് നമ്മളെന്താ പറയുക, സ്കോട്ട്ലൻഡ് പോകുന്ന പോലത്തെ ഒരു ഫീല് മാത്രമേ ഉള്ളൂ. ഇവിടെ പിന്നെ ലെഫ്റ്റ് ഹാൻഡ് ഡ്രൈവ് ആണെന്നുള്ളൊരു ചെറിയൊരു പ്രശ്നമുണ്ട്. പക്ഷേ ഒന്നുകൊണ്ടും പേടിക്കണ്ട, റൈറ്റ് ഹാൻഡിനേക്കാളും ബെറ്റർ ആണ് ലെഫ്റ്റ് ഹാൻഡ് ഡ്രൈവ്. ഐ തിങ്ക് എല്ലാവർക്കും ഡിഫറെൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും. പക്ഷേ റൈറ്റ് ഹാൻഡിനേക്കാളും, പക്ഷേ നമ്മൾ എന്താ പറയുക, മോണ്ടിനീഗ്രോ ഞങ്ങളിപ്പോൾ പ്ലാൻ ചെയ്തേക്കെന്ന് പറഞ്ഞാൽ അൽബേനിയ എയർപോർട്ടിൽ വന്നു. ഞങ്ങൾ അവിടെ നിന്ന് സിം എടുത്തതിന് ഞങ്ങൾ 100 GB പ്ലസ് അൺലിമിറ്റഡ് കോളാണ് എടുത്തത്. സോ അതിന് അറൗണ്ട് അത്ര പറയണ്ടേ, പിന്നെ ഞങ്ങൾ അവിടുന്ന് ഡ്രൈവ് ചെയ്ത് മോണ്ടിനീഗ്രോ ബോർഡർ കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് വിശക്കുമായിരുന്നു. അപ്പോൾ ഞങ്ങളൊരു കോഫിയും പിസ്സയും ഒക്കെ കൂട്ടി കഴിച്ചു. പിന്നെ അവിടുന്ന് ആ റെസ്റ്റോറൻറ്റിൻ്റെ നേരെ കാണുന്ന മൗണ്ടൻ നല്ല ഭംഗിയാണ്. നമ്മൾ വരുമ്പോഴത്തേക്കും ആ സൺ ഷെയ്ഡും എല്ലാം സൺലൈറ്റെല്ലാം കൂടെ കൂടിയിട്ട് നല്ലൊരു എന്താ പറയുക, നമ്മൾ ശരിക്കും എൻജോയ് ചെയ്ത് നല്ല പീസ് ആൻഡ് കാം ആയിട്ടാണ് നമ്മൾ വരുന്നത്. നമ്മുടെ നാട്ടിലെ വയനാട് ചുരം ഒക്കെ ഉണ്ടല്ലോ, അതുപോലെയൊക്കെയാണ് ഞങ്ങൾക്ക് തോന്നിയത്. ഞങ്ങൾ ശരിക്കും എൻജോയ് ചെയ്തു. സൺലൈറ്റും എല്ലാം അടിപൊളിയായിരുന്നു. ഞങ്ങൾ പോകുന്ന വഴിയാണ്. നമ്മൾ പോകുന്ന ഹോട്ടൽ മോണ്ടിബേ ആണ്. അപ്പോൾ ഹോട്ടലിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ അടുത്ത വീഡിയോയിൽ ഇടാം. ഓക്കെ, താങ്ക് യു.